നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ച് 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹലോ, നമസ്കാരം, വണക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അടുത്തിടെ വന്നിട്ട് പണം സമ്പാദിക്കുവാനായിട്ട് പലതരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. കാരണം ഒരു ജോലിയിലൊക്കെ കയറുവാനായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക, അതിൻ്റെ പിറകെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുന്നത് എന്നത് അതൊരു നല്ല ജോലി, അത് ഒരു സ്വപ്നം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാലോ ഒരു വീട് വയ്ക്കാനാണെങ്കിലും ഓരോരോ കാര്യങ്ങൾക്കും ധാരാളം പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ലോണൊക്കെ എടുത്തിട്ട് കാറ് വാങ്ങിക്കുന്നവരുണ്ട്, വീട് വാങ്ങിക്കുന്നവരുണ്ട്. അവരൊക്കെ വളരെയധികം അധ്വാനിച്ചും വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടിട്ടുമൊക്കെയാണ് അത് മാസാമാസങ്ങളായിട്ട് അതിൻ്റെ തവണകളും ഗഡുക്കളും ഒക്കെ അടച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഈ മൂന്നാമത്തെ വിഭാഗം, ഈ തട്ടിപ്പുകാരുടെ അവർ പണം സമ്പാദിക്കുവാനായിട്ട് കാണിക്കുന്ന എളുപ്പവേല, കുറുക്കു വഴിയാണ് ഈ പണം തട്ടിക്കുന്നതിന് പല പല ബുദ്ധികളും സാമർഥ്യവുമൊക്കെയാണ്. അവരുടെ സ്ക്രിപ്റ്റും പ്ലാനിങ്ങും ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ ഏതാണ്ട് മനസ്സിലായി കാണും. നമ്മളുടെ OBOCയുടെ ദിയ കൃഷ്ണയും അവിടുത്തെ 3 സ്റ്റാഫ് തട്ടിപ്പുകാരികളുമൊക്കെ ചെയ്ത കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അത് വളരെ അധികം വൈറലായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അത് എന്നും ഓരോരോ ദിവസവും അതിനെക്കുറിച്ചിട്ട് ഓരോരോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണങ്ങളൊക്കെ പോലീസിൻ്റെ സൈഡിൽ നിന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അക്കൗണ്ടൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്, ഈ തട്ടിപ്പുകാരികളുടെ. അത് ഏതാണ്ട് ഒരു 68 ലക്ഷം രൂപ ഏകദേശം ഇവരുടെ അക്കൗണ്ടുകളിലൊക്കെ ട്രാൻസാക്ഷൻ നടന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ചില്ലറക്കാരൊന്നുമല്ല. ഇപ്പോൾ കക്കാൻ പഠിച്ചാലും നിൽക്കാൻ പഠിക്കണം എന്നൊക്കെ പറയാറില്ല, അതുപോലെയാണ് ഇവരുടെ 3 പേരുടെയും ആ ഒരു കുശാഗ്ര ബുദ്ധി. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഇവരുടെ തട്ടിപ്പിൻ്റെ രീതികളും കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ഈ കസ്റ്റമേഴ്സൊക്കെ അയക്കുന്ന പണം വരുന്നത് ഇവരുടെ അക്കൗണ്ടിലാണ്. അപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, അത് അവരുടെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് അങ്ങ് അത് ട്രാൻസ്ഫർ ചെയ്യും. ഇവരുടെ ഈ കസ്റ്റമേഴ്സ് അയച്ചു കൊടുക്കുന്ന അക്കൗണ്ടിൽ അവരങ്ങനെ കാശ് മിച്ചം വയ്ക്കാറില്ല. അതിൻ്റെ കാരണവും മറ്റൊന്നല്ല, ഇവർക്ക് തന്നെ അറിയാവുന്ന ഒരു ബുദ്ധി തന്നെയാണ്. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഇവർക്ക് പിടി വീണാൽ, ഇവരുടെ മേലെ പോലീസ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്താൽ ഈ അക്കൗണ്ട് ഉടനെ ഫ്രീസാക്കും. അപ്പോൾ അക്കൗണ്ട് ഫ്രീസായി കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്നും പണമിടപാടുകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ കട്ടും മോഷ്ടിച്ചും ഒക്കെ കിട്ടിയ പണം അങ്ങ് വെറുതെ ഗവൺമെൻറ് കൊണ്ടുപോകും. അപ്പോൾ ഇത് നന്നായിട്ട് അറിയാവുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്നും വേറെ ഇവരുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളിലോട്ടൊക്കെ പണം ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ഈ കുട്ടികൾ തന്നെ ആദ്യം ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരോ ന്യായങ്ങൾ ഇവർ കണ്ടുപിടിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവർ എന്തുമാത്രം ഇതിനു വേണ്ടിയിട്ട് ഈ നല്ല ബുദ്ധി ഇതിനു വേണ്ടി പ്രയോഗിച്ചതൊക്കെ വേറെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നാട് നന്നായി പോയേനെ. പിന്നെ ഇവർ ഈ കിട്ടിയ പണം കൊണ്ട് നല്ല രീതിക്ക് ആഡംബര ജീവിതം തന്നെയായിരുന്നു നയിച്ചു വന്നിരുന്നത്. കാരണം കിട്ടിയത് ലക്ഷക്കണക്കിന് രൂപയല്ലേ. അപ്പം ഇവർ 3 പേരും ഇത് ഷെയറൊക്കെ ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. അങ്ങനെ നനച്ചിരിക്കാത്ത ഭാഗ്യദേവത വന്ന് കടാക്ഷിച്ചപ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരു എത്തും പിടിയുമില്ല. ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ വീട്ടിലത്തെ കടങ്ങളൊക്കെ പുള്ളിക്കാരി നല്ല രീതിയിൽ ഈ പൈസ ഒക്കെ ഉപയോഗിച്ചിട്ട് തീർത്തു. പിന്നെ രണ്ടാമത്തെ ഒരാൾ ആഭരണങ്ങളൊക്കെ പണയം വെച്ചിരുന്നതൊക്കെ വീണ്ടെടുത്തു, കാറ് വാങ്ങുക, ആഡംബരം ചെയ്യുക. അതുപോലെ മൂന്നാമതൊരാൾ ഒരു വീട് തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞറിയുന്നത്. അപ്പോൾ ഈ ദിയ കൃഷ്ണയുടെ അച്ഛനായ കൃഷ്ണകുമാർ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് കേട്ടു, ഈ കടയുടെ ഉടമയായിട്ടുള്ള ദിയ പോലും വാടകയ്ക്കൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ അവിടെ നിന്നിരുന്ന സ്റ്റാഫോ അവർക്ക്
ഇതിൽ നിന്ന് സ്വന്തമായിട്ടുള്ള വീടൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തെടുത്തിട്ട് കൂളായിട്ടാണ് അവർ താമസിക്കുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഇവർക്ക് ഓരോന്ന് പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാനായിട്ട് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വന്നിട്ട് ഒരു വലിയ കോമഡി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. കാരണം നല്ല രീതിയിലൊക്കെ കാശൊക്കെ അടിച്ചു മാറ്റി ഇങ്ങനെ ലാവിഷായിട്ടൊക്കെ ജീവിച്ചു പോരുന്നതിനിടയ്ക്കിലാണ് ഇവരുടെ മേലെ പിടി വീഴുന്നത്. പിന്നെ കുറച്ചു കാലം മുമ്പ് വന്നിട്ടും ദിയ കൃഷ്ണ പ്രഗ്നൻ്റായ ആദ്യ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ചടങ്ങ്, വളകാപ്പ് ചടങ്ങൊക്കെ നടന്നപ്പോഴേക്കും ദിയയെ ആകട്ടെ ഈ സ്റ്റാഫിനെയൊക്കെ വിളിച്ചു വരുത്തി, ഇവരൊക്കെ വിളിച്ചു വരുത്തി വീട്ടിൽ ക്ഷണിച്ചു. നല്ല രീതിയിൽ തന്നെ ഇവരെ സൽക്കരിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ അതൊന്നും ഒരു മനസാക്ഷി പോലും നോക്കാതെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയത്. ഇതിലെ ഈ 3 തട്ടിപ്പുകാരികളിൽ ഒരാളുടെ അയൽവാസി ഇവരെക്കുറിച്ച് പറഞ്ഞിരുന്ന കുറച്ച് ഒരു ഓഡിയോ ക്ലിപ്പിംഗ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കടമൊക്കെ തീർത്തിട്ടുമുണ്ട്. പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു. ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നെ ഇവർ അച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു. ാ പോയിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ? അതിലൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് 1 വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണങ്ങളൊക്കെ തിരിച്ചു എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ്. ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ, അവര് ഒരു വീട് വയ്ക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നെന്നാ. പിന്നെ ഇതിലെ ഒരു കുട്ടി പറയുന്നത് കേട്ടാൽ സത്യത്തിൽ ചിരിച്ചു പോകും. കുട്ടിയുടെ ആങ്ങള വെളിനാട്ടിൽ നിന്നും സമ്പാദിച്ചിട്ട് മാസാമാസം ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പുള്ളിക്കാരുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന പണം അവിടെ നിന്ന് ഒഴുകിയാണ് വരുന്നത് ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ. എന്ത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖഭാഗത്തോടെയാണ് ഈ കുട്ടി ഇതൊക്കെ തട്ടി വിടുന്നത്. ഉണ്ട് ഇത്രയും പേയ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ട് നിൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷൊക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിലി ചിലപ്പം 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തായാലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണ്. ഇതിനൊക്കെ എന്തോരം ചങ്കൂറ്റമാണ് ഈ പ്രായത്തിൽ തന്നെ ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്നത് കാണുമ്പോഴേക്കും സത്യത്തിൽ പേടിയാണെന്ന് തോന്നുന്നത്. കാരണം നമ്മുടെ സമൂഹം ഈ വളർന്നു വരുന്ന തലമുറയൊക്കെ ഈ കുട്ടികൾ ഇതുപോലെയൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാരുമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഈ ഇവരുടെ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർക്കുമ്പോഴേക്കും ഇങ്ങനെ ലാവിഷായിട്ടുള്ള ജീവിതമൊക്കെ കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും വീട്ടുകാർക്കും അറിയാം. ഒരു പക്ഷേ അവരുടെയും കൂടെ ഒരു ഒത്തുകളി ഇതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇതിലൊരു കുട്ടി വന്നിട്ട് ഒരു ഫേക്കായിട്ടുള്ളൊരു കഥയുമായിട്ടും വന്നിട്ടുണ്ട്. ഒരു ആരോപണം, അതായത് ദിയയുടെ ഹസ്ബൻഡിന്റെ എതിരെയുള്ള ഒരു ആരോപണവുമായിട്ടാണ് ഈ കുട്ടി വന്നിട്ടുള്ളത്. 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ? ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരെ വിളിക്കട്ടെ, അതുപോലെ അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇന്ന് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും വളരെയധികം നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. കാരണം ഒരുപാട് കാലമായിട്ട് ഒരു കുഞ്ഞു കുരുവി പോലും അറിയാതെ ഇവർ ഇത്രയും പണം വെട്ടിക്കണമെങ്കിൽ ഇത് ചില്ലറ പരിപാടിയൊന്നുമല്ല. അപ്പോൾ അത് വളരെയധികം
സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു. ആ അക്കൗണ്ടിൽ വന്ന പണം വരെ എടുത്തിട്ട് വേറെ അക്കൗണ്ടിലോട്ട് മാറ്റി. ഇതൊക്കെ സാധാരണ നിലയിലുള്ള ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതിൻ്റെ പിടി വീണാൽ അക്കൗണ്ട് ഫ്രീസ് ആവുന്ന കാര്യങ്ങളുമൊക്കെ അതോ ഇതിൻ്റെ പിറകിൽ വന്ന് ഇവർക്ക് ഹസ്ബൻഡോ ഈ കുട്ടികളുടെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തു തന്നെയായാലും ഇവർക്ക് തട്ടിച്ചാലും പണം ഉണ്ടാക്കിയാൽ എങ്ങനെയായാലും വേണ്ടിയില്ല, ജയിലിൽ കിടന്നാലും സാരമില്ല, നന്നായിട്ട് പണം ഇങ്ങനെ കയ്യിൽ വന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണെന്ന് തോന്നുന്നു. അവർക്കാകട്ടെ യാതൊരു ഉളുപ്പോ കൂസലോ ഒന്നും ഈ കാര്യത്തിൽ ഇല്ല. നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. അതായത് ഇവർ പാക്ക് ചെയ്യുമ്പോൾ കയ്യത്ത ദൂരത്ത് നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം വെക്കണം. സ്റ്റോക്ക് റൂം ഇപ്പുറത്താണ്. ഇവിടെ സ്മോൾ ബാത്റൂം. ഇത് ബബിൾ റാപ്പ് നോക്കണ്ട, ഇത് എന്റെ ഒരു അനാഥ കസേരയാണ്. ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂം ആയിട്ട് വരുന്നത്. ഇതിന് പലതും പല ടൈപ്പ് ഓഫ് ജ്വല്ലറി ഒരുമിച്ച് വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു റാക്ക് മുഴുവൻ നിങ്ങൾ നോക്കി തന്നെ കാണാം, ഫുൾ ഓഫ് ബാംഗിൾസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ്, ഹാരം, ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഒരു ബേസിക്കലി ബിലോ 1000 പോലത്തെ ഐറ്റംസ്. ആ ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ വെച്ചിരിക്കുന്ന കൂടുതലും പ്രീമിയം ഐറ്റംസ് ആണ്. ദാറ്റ് ഇസ് അബൌട്ട് 1500 റേഞ്ചിലുള്ളത് ടു ഒരു 3000-4000 റേഞ്ച് വരെ. അപ്പോൾ എന്തായാലും ഇവരുടെ മേലെ പിടി വീഴും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴേക്കും ഇപ്പോൾ പോലീസൊക്കെ സ്റ്റേഷനിലൊക്കെ വിളിപ്പിച്ചിട്ടും ഈ 3 പേരും കൂടെ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദിയ അടുത്തിടെ പറഞ്ഞിരുന്നു വേറെ സ്റ്റാഫുമൊക്കെ ആയിട്ട് കട പിന്നെയും പുതിയ സെറ്റപ്പിലൊക്കെ ആയിട്ട് അത് തുടരാനായിട്ടുള്ളൊരു ഇതൊക്കെയാണ് പരിപാടിയിലൊക്കെയാണ്. അതെന്തായാലും നല്ല കാര്യം. കാരണം എന്ത് തന്നെയായാലും ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് ജീവിതത്തിൽ തുടങ്ങി വെച്ച ഒരു ബിസിനസ് മുമ്പോട്ട് പോകാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. എന്ത് തന്നെയായാലും ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ പല തട്ടിപ്പുകളും കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നതും. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ എത്തുന്നതിനുമൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. കാരണം ഇനി ഭാവിയിൽ ഇതുപോലത്തെ വെട്ടിപ്പിലും തട്ടിപ്പിലും ഒക്കെ ഒന്ന് ചെന്ന് ചാടാതെ ഒന്നും കൂടെ കെയർഫുള്ളായിട്ടും കോഷ്യസ് ആയിട്ട് ഇരിക്കുവാനും ഒക്കെ ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ വന്നപ്പോഴേക്കും അതിനെക്കുറിച്ച് വീഡിയോ വഴി ഷെയർ ചെയ്യാനും സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. മറക്കാതെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻസ് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഒരുപാട് പേർക്ക് ഇതുപോലത്തെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.